Hello guys, welcome to my channel. So ഇന്ന് നമ്മൾ CUSAT-ലെ മാത്സിൻ്റെ PYQs ആണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് പഠന ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഓക്കെ, നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കും, നമ്മൾ സ്ക്രോൾ ചെയ്തിട്ട് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചോദ്യത്തിൽ വേണം നമ്മൾ തുടങ്ങാൻ. ഓക്കെ, സോ ഇത് അങ്ങനെ ഞാൻ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പം ക്വസ്റ്റ്യൻസ് സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം കിട്ടിയ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഓക്കെ, സോ ഇത് രണ്ടും പാരലാണെങ്കിൽ ലാംഡയുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. സോ ദിസ് ഇസ് അവർ ലാംഡ 3i cap minus 6j cap plus k cap and 2i cap minus 4j cap plus lambda k cap. These two are parallel. അങ്ങനെയാണെങ്കിൽ ലാംഡയുടെ വാല്യൂ എന്താണെന്ന്. സോ ഇത് നോക്കുമ്പോൾ നിങ്ങൾ അതേ ആലോചിക്കണം. നമുക്ക് ഇങ്ങനെ രണ്ട് വെക്ടേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ അത് പെർപെൻഡിക്കുലർ ആണോ എന്ന് നോക്കാൻ വേണ്ടി നമ്മൾ അതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് 0 ആക്കി. ഓക്കെ, സോ അതുപോലെ ഇത് പാരലൽ ആണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് അതിൻ്റെ ക്രോസ് പ്രൊഡക്റ്റ് 0 ആക്കിയാൽ മതി. ഓക്കെ, ബിക്കോസ് ക്രോസ് പ്രൊഡക്റ്റും ഡോട്ട് പ്രൊഡക്റ്റും ഓപ്പോസിറ്റ് അല്ലേ, പാരലൽ പെർപെൻഡിക്കുലർ ഓപ്പോസിറ്റ്. എന്തായാലും നമുക്ക് നോക്കാം. ഇതിൻ്റെ ഓപ്ഷൻസ് തന്നിരിക്കുന്നതാണ്. നോട്ടെ, 3/2, 2/3, 2/5 ആൻഡ് 5/2. ഓക്കെ, സോ ആദ്യം നമ്മൾ ഇതിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് എടുക്കുന്നു. ക്രോസ് പ്രോഡക്റ്റ് എടുക്കുന്നത് എങ്ങനെയാണ്? ഡിറ്റർമിനൻ്റ് എടുത്തിട്ടാണ് ക്രോസ് പ്രോഡക്റ്റ് എടുക്കുന്നത്. 3 - 6 1 2 - 4 ലാംഡ. ഓക്കെ, സോ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് എടുക്കുമ്പോഴത്തേക്കും ഐ ക്യാപ്പ് ഇൻറ്റു ഇത് ഫോർഗെറ്റ് ചെയ്തിട്ട് -6 ലാംഡ പ്ലസ് 4 മൈനസ് ജെ ക്യാപ്പ് ഇൻറ്റു ഇത് ഫോർഗെറ്റ് ചെയ്തിട്ട് ഇത് നോക്കണം. 3 ലാംഡ -2 പ്ലസ് കെ ക്യാപ്പ് ഇൻറ്റു ഇതും ഫോർഗെറ്റ് ചെയ്തിട്ട് 12 -12 പ്ലസ് 12. സോ ഇത് 0 ആയിപ്പോൾ ഈ മൈനസിന് ആൾക്കാർ ചിലപ്പോൾ മറന്നു, പക്ഷേ ഈ ക്വസ്റ്റ്യൻ ഈ മൈനസിന് ആവശ്യമില്ല. ഓക്കെ, നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും -6 ലാംഡ പ്ലസ് 4 = 0 ഓർ 3 ലാംഡ -2 = 0. കാരണം ഇതിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ അത് 0 ആവണം പാരലലാണെങ്കിൽ. സോ ഇതിലേക്ക് ലാംഡ = 2/3 എന്ന് കിട്ടും. ഇവിടെ ലാംഡ = -2/3 എന്ന് കിട്ടും. ഓപ്ഷനിൽ ലാംഡ = 2/3 ഉള്ളതുകൊണ്ട് നമ്മൾ 2/3 ആൻസർ ആയിട്ട് എഴുതുന്നു. ഗൈസ്, യെസ്, സോ ഇത്രേ ഉള്ളൂ. സോ ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ ഗൈസ്, ലെറ്റ്സ് ഗോ ടു അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് തന്നിരിക്കുന്ന ഇഫ് a² - a plus I = 0, then inverse of matrix A. ഇൻവേഴ്സ് ഓഫ് മെട്രിക്സ് എ ഒരു മെട്രിക്സ് ആണെന്ന് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഓപ്ഷൻസ് ആർ a + I, a - I ആൻഡ് I - a. ഓക്കെ, സോ ഇതൊരു മെട്രിക്സ് ആണെന്ന് തന്നിട്ടുണ്ട്. എ ഒരു മെട്രിക്സ് ആണ് തന്നിട്ടുണ്ട്. ഇൻവേഴ്സ് ഓഫ് എന് നമ്മൾ എഴുതുന്നത് A ഇൻവേഴ്സ് എന്നാണ് നമ്മൾ ഇൻവേഴ്സ് ഓഫ് എന്ന് എഴുതുന്നത്. ആൻഡ് നമുക്കൊരു ഇമ്പോർട്ടൻറ്റ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ഐഡിയ വേണം. A ഇൻവേഴ്സ് ഇൻറ്റു A I ആണ്, A ഇൻറ്റു A ഇൻവേഴ്സും I ആണ്. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് ലൈക്ക് ഇതിനെന്ത് പ്രോപ്പർട്ടിയാണ് വിളിക്കുന്നത്? കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. മെട്രിക്സിന് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി, അതായത് AB ≠ BA ആണ്. പക്ഷേ AB BA ആവുന്ന ഒരു സ്പെഷ്യൽ സംഭവമുണ്ട്. വെൻ B = A ഇൻവേഴ്സ്. വെൻ B = A ഇൻവേഴ്സ് ആകുമ്പം A ഇൻറ്റു A ഇൻവേഴ്സ് ഇൻറ്റു A I ആണ്, A ഇൻറ്റു A ഇൻവേഴ്സും I ആണ്. I എന്ന് പറയുന്നത് നമ്മുടെ ഐഡൻറ്റിറ്റി മെട്രിക്സ്. നമ്മൾ 3/3 മെട്രിക്സ് നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ I എന്ന് പറയുന്ന ഐഡൻറ്റിറ്റി മെട്രിക്സ്. ഓക്കെ, സോ അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് A ഇൻവേഴ്സ് ആണ്. ഈ ഇക്വേഷൻ നമ്മൾ കാണുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ജസ്റ്റ് A ഇൻവേഴ്സ് വെച്ച് ആ ഇക്വേഷൻ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യണം. a² - a plus I = 0. ദിസ് ഇസ് I. ജസ്റ്റ് A ഇൻവേഴ്സ് കൊണ്ട് ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്യും. A² എന്ന് പറയുന്നത് A ഇൻറ്റു A ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് വേറെ സാധനമാണ് ചെറുതായിട്ട് നോക്കണം. A² എന്ന് പറയുന്നത് A ഇൻറ്റു A, A³ എന്ന് പറയുന്നത് A² ഇൻറ്റു A ആണ്. ഓക്കെ, സോ ഇതാണ് സംഭവം. ഇതിൽ ഞാൻ എൻ്റെ ഓർമ്മയുടെ അടുത്ത് പറഞ്ഞാണ്. നിങ്ങൾക്ക് ഇതിനകത്ത് വല്ല കറക്ഷൻസും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് പറഞ്ഞേക്കണം. ഞാനവിടെ വീഡിയോനെ എഡിറ്റ് ചെയ്യുമ്പം ഇട്ടേക്കാം. ഓക്കെ, സോ A³ എന്ന് പറഞ്ഞാൽ A² ഇൻറ്റു A. അപ്പോൾ ഇതിലോട്ട് വരാം. സോ ഇതിന് നമുക്ക് എനെ നമുക്ക് ഇച്ചിരി എക്സ്പാൻഡ് ചെയ്ത് എഴുതിയാൽ A ഇൻറ്റു A - A plus I = 0. ഇനി A ഇൻവേഴ്സിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും A ഇൻവേഴ്സ് ഇൻറ്റു A minus
A inverse into A plus A inverse into I എന്താ A inverse തന്നെയാണ്. A into I എപ്പോഴും A തന്നെ ആയിരിക്കും. ഓക്കെ, കാരണം I ഒരു ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. ഐഡൻറ്റിറ്റി മെട്രിക്സ് മീൻസ് നമ്മൾ ഒരുമാതിരി മൾട്ടിപ്ലിക്കേഷന് 1 ചെയ്തില്ലേ, 8 into 1 8 തന്നെയല്ലേ, അതുപോലെ തന്നെ അതുപോലെ തന്നെ ആ 1 ആണ് നമ്മുടെ ഇവിടെ I എന്ന് പറയുന്നത്. ദാറ്റ്സ് ഐഡൻറ്റിറ്റി മെട്രിക്സ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇത് നമ്മുടെ I ഇതും I ഇൻറ്റു A മൈനസ് I പ്ലസ് A ഇൻവേഴ്സ് ഈക്വൽ ടു 0. സോ A ഇൻവേഴ്സ് ഈക്വൽ ടു I മൈനസ് A. Guys, my answer is guys, I minus A is our answer. So that's it guys, let's move on to the next question. Okay. So yeah, next question probability ഒരു question ആണ്. P of A is equal to 0.4, P of B is equal to 0.8, P of B by A is equal to 0.6, then P of A union B is what? Okay, സോ ഇത് നമ്മൾ ആലോചിക്കണം. ഇത് നമ്മൾ അറിയേണ്ടത് പി ഓഫ് ബി ബൈ എ എന്ന് പറയുന്നത് പി ഓഫ് ബി ഇൻ്റർസെക്ഷൻ എ ബൈ പി ഓഫ് എ എന്നാണ് നമ്മുടെ ഫോർമുല. ഇതാണ് നമ്മുടെ ഫോർമുല. ഓക്കെ, പി ഓഫ് ബി ഇൻ്റർസെക്ഷൻ എ എന്ന് പറഞ്ഞാലും പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാലും രണ്ടും സെയിം ആണ്. ഓക്കെ, സോ ബി ഇൻ്റർസെക്ഷൻ എ ബൈ പി ഓഫ് എ ആണ് നമ്മുടെ ആൻസർ. അതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പം ഇതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും 0.6 ഇസ് ഈക്വൽ ടു പി ഓഫ് ബി ഇൻ്റർസെക്ഷൻ എ ഡിവൈഡഡ് ബൈ പി ഓഫ് എ തന്നിട്ടുണ്ട് 0.4. P of B intersection A is equal to 0.01. 6 4s are 24. 0.24 ഞാൻ എന്തിനാണ് ഗൈസ് ആഡ് ചെയ്തത് എന്നറിയാം. ഓക്കെ, 0.24. 0.24. അങ്ങനെയാണെങ്കിൽ പി ഓഫ് എ യൂണിയൻ ബിയുടെ ഇക്വേഷന് അറിയാലോ, സെറ്റിൽ ആദ്യം പഠിച്ചില്ലേ, പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ഇതല്ലേ നമ്മുടെ സെറ്റിൽ നമ്മൾ പഠിച്ച ഇക്വേഷൻ. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് പി ഓഫ് എ യൂണിയൻ ബിന് എന്തെഴുതാം, പി ഓഫ് എത്ര 0.4 പ്ലസ് പി ഓഫ് ബി 0.8 മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുമ്പോഴത്തേക്കും 0.24. 1.20 മൈനസ് 0.24 ചെയ്യുമ്പോഴത്തേക്കും എന്ത് കാണിക്കണം, 1 ഗൈസ് പറഞ്ഞിരുന്നേ 0.1 this will be 0.96 കിട്ടും guys. Yes, and that's the options and that's the answer guys. സിമ്പിൾ അല്ലേ. അപ്പോൾ ഇതിന് നമുക്ക് അറിയേണ്ടത് ഈ ഇക്വേഷനാണ്. പി ഓഫ് ബി ബൈ എ ഇസ് ഈക്വൽ ടു പി ഓഫ് ബി ഇൻ്റർസെക്ഷൻ എ ബൈ പി ഓഫ് എ. ഈ പി ഓഫ് എ എന്ന് പറയുന്നത് ഈ ഡിനോമിനേറ്ററിലുള്ള അതേ സാധനമായിരിക്കും. ഈ ഡിനോമിനേറ്ററിൽ ഇപ്പോൾ ബി ആണെങ്കിൽ പി ഓഫ് ബി ആയിരിക്കും, പക്ഷേ കാരണം ഈ ഡിനോമിനേറ്ററിൽ എ ആയതുകൊണ്ട് പി ഓഫ് എ എന്ന് നമ്മൾ എഴുതി. ഓക്കെ, സോ ദിസ് ആർ ഇതിനെന്തോ പേരൊക്കെ വിളിക്കുന്നത് ബേസ് ഇക്വേഷൻ. അത് ബേസ് അല്ല, എനിക്കറിയില്ല പേരെന്തിലേക്കോട്ടെ, എന്തെങ്കിലും ഇക്വേഷൻ ഇതാണ്. ഓക്കെ, ആൻഡ് നമ്മളിത് ഫസ്റ്റ് സെറ്റ് പഠിച്ച ഇക്വേഷനാണ് ഈ പ്രോബ്ലത്തിന് ഉപയോഗിക്കേണ്ടത്. സോ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് വെരി കോമൺ ആണ് ഗൈസ്, വെരി കോമൺ. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
fourth question, if x is equal to a cos t plus t sin t and y is equal to a into sin t minus t cos t, then dy by dx is equal to what? ഓക്കെ, സോ ഇതിൽ ടി എന്നൊക്കെ തരും. അപ്പം നിങ്ങൾ പേടിക്കാതിരിക്കുക, ഇനി നമുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ. സോ ആദ്യം നമുക്ക് ഡി എക്സ് ബൈ ഡി ടി ചെയ്യാം. ഓക്കെ, ഞാൻ ലോജിക്ക് പറഞ്ഞുതരാം. ഓ മൈ ഗോഷ്, ഇതിപ്പോൾ താഴെ എഴുതുമോ? ആദ്യം നമ്മൾ ഡി എക്സ് ബൈ ഡി ടി ചെയ്യണം. അത് നമുക്ക് ചെയ്യാൻ അറിയാലോ, എ ഒരു കോൺസ്റ്റൻ്റ് ആണ്, പിന്നെ അവിടെ ഫുൾ ടി ആണുള്ളത്, എക്സിന് വരാൻ ടി ആണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഡി എക്സ് ബൈ ഡി ടി ചെയ്യാവുന്നുള്ളൂ. പിന്നെ ഡി വൈ ബൈ ഡി ടിയും ചെയ്യണം. പിന്നെ നമ്മൾ ഇതിനെ രണ്ടിനെ ഡിവൈഡ് ചെയ്യണം. ഡി വൈ ബൈ ഡി ടി ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി ടി നമുക്ക് എന്ത് കിട്ടും? ഡി വൈ ബൈ ഡി എക്സ് കിട്ടും. സോ ഇതാണ് നമ്മുടെ ഇതിലത്തെ ലോജിക്ക് എന്ന് പറയുന്ന സംഭവം. ഓക്കെ, സോ ഈ ലോജിക്ക് വെച്ചിട്ടാണ് നമ്മൾ പ്രൊസീഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഇപ്പോൾ നമുക്ക് ചെയ്യുകയാണെങ്കിൽ ആദ്യം നമ്മൾ ഡി എക്സ് ബൈ ഡി ടി ചെയ്യണം. ഓക്കെ, നമുക്ക് ഡി എക്സ് ബൈ ഡി ടി ചെയ്യുമ്പോഴത്തേക്കും എ ഇൻറ്റു എ ഒരു കോൺസ്റ്റൻ്റ് ആണ് കേസ്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് അതിൻ്റെ വെള്ളയിലെടുത്ത് വെച്ചിരിക്കുന്നതാണ്. കോസ് ടിയുടെ ഡെറിവേറ്റീവ് എന്താ? മൈനസ് സൈൻ ടി. സൈൻ ടിയുടെ ഡെറിവേറ്റീവ് നമ്മൾ മറ്റേ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഉപയോഗിക്കേണ്ടി വരും. സോ ദാറ്റ്സ് ലൈക്ക് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ minus plus second function into derivative of first function. That will be 1t യുടെ ഡെറിവേറ്റീവ് 1 ആണ്. സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ആണ്. ഇവിടെ സൈൻ ടി ആണ്, അപ്പോൾ കോസ് ടി ആയി. ആൻഡ് ഇതിന് നമുക്ക് എ ഇൻറ്റു മൈനസ് സൈൻ ടി പ്ലസ് ടി കോസ് ടി പ്ലസ് സൈൻ ടി എന്ന് എഴുതി കഴിഞ്ഞാൽ സൈൻ ടി വെട്ടിപ്പോവും. ആൻഡ് ദറ്റ് വിൽ ബി ലൈക്ക് എ കോസ് ടി ഇൻറ്റു ടി. ഈ ടി ഇവിടെ ഉണ്ട്. ടി ഒക്കെ എക്സാമിൻ്റെ ഇടയിൽ നമ്മൾ മാർക്ക് പോയാൽ തീർന്നു ഗൈസ്. ഓക്കെ, ഇത്രേ ഉള്ളൂ. പിന്നെ അപ്പോൾ നമുക്ക് കിട്ടിയില്ലേ, ഞാനിവിടെ സൈഡിൽ എഴുതുവാണ്. ഡി എക്സ് ബൈ ഡി ടി ഇസ് ഈക്വൽ ടു എ കോസ് ടി ഇൻറ്റു ടി. ആൻഡ് ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡി വൈ ബൈ ഡി ടി ആണ്. ഡി വൈ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു എ ഇൻറ്റു സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് മൈനസ് ടി. കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ മൈനസ് സൈൻ ടി പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ 0. ഈ കോസ് ടി വെട്ടിപ്പോയി, ഈ മൈനസും വെട്ടിപ്പോയി. സോ ഇറ്റ് വിൽ ബി എ ടി സൈൻ ടി. ഓക്കെ, ഇനി നമുക്ക് ഡി വൈ ബൈ ഡി ടി ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി ടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സാധനമാണ് എ ടി സൈൻ ടി ഡിവൈഡഡ് ബൈ എ ടി കോസ് ടി. ദാറ്റ് വിൽ ബി ഈക്വൽ ടു ടാൻ ടി. സോ യെസ് ഗൈസ്, ദിസ് ഇസ് അവർ ആൻസർ. ടാൻ ടി. ഓക്കെ, ആൻഡ് yes guys, that's the correct answer. Now let's go to our next question. Okay, fifth question le. Okay, cos inverse x plus cos inverse y plus cos inverse z is equal to 3 pi. Then xy plus yz plus zx is what? Okay, so the video on ഓക്കെ, ഇത് 3 pi എന്താണ്ടുണ്ട്, എക്സിനും വൈയുടെ സെഡിൻ്റെ വാല്യൂ വെച്ചിട്ട് എന്തൊക്കെയോ ഒരു കോമ്പിനേഷൻ ഉണ്ടാക്കി. സോ ഇത് നമ്മൾ 3 pi എന്ന് കാണുമ്പോഴേ നമ്മൾ ആലോചിക്കണം ഇത് പൈ, ഇത് പൈ, ഇത് പൈ. സോ കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു പൈ, എക്സ് ഈക്വൽ ടു കോസ് pi, x equal to -1, cos inverse y equal to pi, y equal to cos
pi, y equal to -1. Cos inverse z equal to pi, z equal to cos pi, z equal to -1. xy plus yz plus x z equal to what? equal to -1 into -1 plus -1 into -1 plus -1 into -1. That's equal to 1 plus 1 plus 1. That's equal to 3. Yes guys, 3 options guys, and that's our answer. Oh my gosh, yeah, that's our third answer. Now let's go to next question. So now it's our sixth question. Okay, the number of real values of real values of lambda for which the following equation, 3 equations തന്നിട്ടുണ്ട്, like 2x plus 4y minus lambda z equal to 0, 4x plus lambda y plus 2z equal to 0, and lambda x plus 2y plus 2z equal to 0. It has infinitely many solutions. എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ആലോചിക്കണം, ഇത് നമുക്ക് എ ആയിട്ട് എടുക്കാമല്ലോ. എ ആയിട്ട് എടുക്കുമ്പോഴത്തേക്കും 2 4 minus lambda 4 lambda 2 lambda 2 2. ഓക്കെ, ഇതൊക്കെ കറക്റ്റാണ് നോക്കണം. ഇത് 3 എക്സിൻ്റെ ടേംസ് ആയിരിക്കണം, ഇത് 3 എക്സിൻ്റെ ടേംസ് ആയിരിക്കണം, ഇത് 3 വൈയുടെ ടേംസ് ആയിരിക്കണം, ഇത് 3 സെഡിൻ്റെ ടേംസ് ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനെ അങ്ങ് ഡിറ്റർമിനൻറ്റ് 0 ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഹാസ് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ്. സോ ഇതിന് ഡിറ്റർമിനൻറ്റ് എടുക്കാൻ വേണ്ടി, ഓക്കെ, സോ ഡിറ്റർമിനൻറ്റ് എടുക്കാൻ വേണ്ടി ഒരു ചെറിയ ട്രിക്ക് വരയ്ക്കാം. ദ ട്രിക്ക് ഈസ്, നമ്മൾ ആദ്യം, ഓക്കെ, നിങ്ങൾക്കിത് പറ്റുന്നില്ലെങ്കിൽ ലാസ്റ്റ് മിനിറ്റിൽ നിങ്ങൾക്കിത് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ സാധാരണ മെത്തേഡ് ഉപയോഗിച്ചാൽ മതി. ഓക്കെ, ബട്ട് ദിസ് ഈസ് ലൈക്ക് എ ട്രിക്ക്, പെട്ടെന്ന് ചെയ്ത് കിട്ടും. ഓക്കെ, ആദ്യം നമ്മൾ ഇത് 3 മൾട്ടിപ്ലൈ ചെയ്യാം. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 4 ലാംഡ പ്ലസ് ഇത് 2 ഇതും മൾട്ടിപ്ലൈ ചെയ്യാം. 4 2 are 8 ലാംഡ പ്ലസ് ബാക്കിയുള്ള ഇതും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് വിൽ ബി -8 ലാംഡ മൈനസ് ബാക്കിയെല്ലാം മൈനസിലാണ്. ഇനി ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം, ലാംഡ മൈനസ് ലാംഡ ലാംഡ, ദാറ്റ് വിൽ ബി ലാംഡ ക്യൂബ് മൈനസ് ലാംഡ ക്യൂബ് മൈനസ് ലാംഡ ക്യൂബ് മൈനസ്, ബാക്കി ഇങ്ങനെ പോകുന്ന സ്ഥലത്തെല്ലാം മൈനസ് ഇടണം. 4 4 16 16 2s are 32 മൈനസ് പിന്നെ ഇതും 2 2s are 4 4 2s are 8 -8. സോ ഇവിടെ 32 plus 8 40 minus 40, this cancel out. So like നമുക്ക് കിട്ടും lambda cube plus 4 lambda minus 40 equal to 0. So ഇതിൽ ക്യൂബിക് ഇക്വേഷൻ അല്ലേ, ക്യൂബിക് ഇക്വേഷൻ. സോ ഇതിൻ്റെ നമ്പർ ഓഫ് റിയൽ റൂട്ട്സ് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, റിയൽ റൂട്ട്സ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ മാക്സിമം മിനിമം ഒക്കെ ചെയ്യണം. ആ ഒരു സെക്ഷനിലൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും നമ്മൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുത്ത് നോക്കണം. ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പം 3 ലാംഡ സ്ക്വയർ പ്ലസ് 4 എന്നാണ്. ദിസ് വാല്യൂ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കത്തില്ലേ, ലാംഡ സ്ക്വയർ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കത്തില്ലേ, 4 എപ്പോഴും പോസിറ്റീവ് ആയിരിക്കത്തില്ലേ. സോ ദിസ് ഇസ് ഗ്രേറ്റർ ദാൻ 0. സോ ഇത് എപ്പോഴും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ഇതൊരിക്കലും 0 ആവത്തില്ലല്ലോ, ഗ്രേറ്റർ ദാൻ 0 അല്ലേ. അപ്പോൾ ഇത് ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഈ ഫംഗ്ഷൻ എപ്പോഴും ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫംഗ്ഷൻ ആയിരിക്കും. അപ്പോൾ ഈ ഫംഗ്ഷൻ എപ്പോഴും ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫംഗ്ഷൻ ആണെങ്കിൽ ഈ ഫംഗ്ഷൻ ഇങ്ങനെയല്ലാടായിരിക്കും. ഈ ഫംഗ്ഷൻ ഇങ്ങനെയൊക്കെ ഇരിക്കണേ, 3 ഡിഗ്രി പോളിനോമിയൽ എങ്ങനെയാണ് ഇരിക്കണേ, ഇങ്ങനെയൊക്കെ ഇരിക്കണം. ഇങ്ങനെയാണോ? എങ്ങനെയാണെങ്കിലും ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും ഇത് ഒരു ഇൻക്രീസിങ് ഫംഗ്ഷൻ ആയതുകൊണ്ട് ഇങ്ങനെയുണ്ടെന്നാണ് തോന്നിയിരിക്കുന്നത്. ഇത് എക്സ് ആക്സിസിൽ ടച്ച് ചെയ്യുന്നത് അറ്റ്ലീസ്റ്റ് 1 പോയിൻറ്റിൽ ടച്ച് ചെയ്യത്തുള്ളൂ. ഇതൊരു ഇൻക്രീസിങ് ഫംഗ്ഷൻ ആയിട്ട് എക്സ് ആക്സിസിൽ 1 പോയിൻറ്റിൽ ടച്ച് ചെയ്യത്തുള്ളൂ. സോ ഇതിൽ നമ്പർ ഓഫ് റിയൽ റൂട്ട്സ് എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, 1 ആണ്.
സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഇത് എനിക്ക് മനസ്സിലായിട്ടില്ല. ബട്ട് ഞാൻ ഉദ്ദേശിച്ചത് ഈ ഒരു സാധനം കണ്ടുപിടിക്കാനും ഈ ഇക്വേഷൻ എഴുതാനും ആണ് ഞാൻ ഉദ്ദേശിച്ചത്. ചിലപ്പോൾ ഇത് നമുക്ക് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലൊക്കെ കിട്ടും. അപ്പോഴൊക്കെ ഭയങ്കര സിമ്പിളാണ്. ലൈക്ക് λ² + 4λ - 40 ആണെങ്കിൽ അതിന് നമുക്ക് ലൈക്ക് മറ്റേ ഡിസ്ക്രിമിനൻ്റ് എടുത്തിട്ട് ഡിസ്ക്രിമിനൻ്റ് പോസിറ്റീവ് ആകുമ്പം അതിൽ എത്ര റിയൽ റൂട്ട്സ് ഉണ്ട് എന്നൊക്കെ നമുക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ ദിസ് എ സ്പെഷ്യൽ കേസ്. ഇത് നമ്മുടെ ഇത് എടുത്ത് നോക്കണം. ഇതിനെ ഡിറ്റർമിനൻ്റ് എടുത്തിട്ട് ഡിഫറൻഷ്യേറ്റീവ് എടുത്തിട്ട് ഡെറിവേറ്റീവ് എടുത്തിട്ട് നോക്കണം. ഇതൊരു ഇൻക്രീസിങ് ഫംഗ്ഷൻ. ഇതൊരു ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണെങ്കിൽ അത് എക്സിൽ 1 ടൈമേ ടച്ച് ചെയ്യത്തുള്ളൂ. ഓക്കെ, അതങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത്. Okay, so guys, let's move on to next question. So next question, if 1 omega and omega square 7th അല്ലേ 1 omega and omega square are the square roots of unity. ഇതിനെ square roots of unity എന്ന് പറയുമല്ലോ. And delta is equal to 1 omega raised to n omega raised to 2n omega raised to n omega raised to 2n 1 omega raised to 2n 1 omega raised to n. സോ ഇതിൻ്റെ വാല്യൂ എന്താണെന്ന് ചോദിച്ചാൽ omega square 0 1 omega. ഓക്കെ, സോ ഇതിൽ നമുക്കറിയാം 1 + omega square എപ്പോഴും 0 ആയിരിക്കും. ഓക്കെ, നമ്മളിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ റോ അഡീഷൻ കോളം അഡീഷൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവണം. നമ്മൾ ലൈക്ക് ജസ്റ്റ് ഇത് മൂന്നും കൂടെ മുകളിലേക്കൊന്നും ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യാൻ പോകണം. നമ്മൾ ഇത് ഫസ്റ്റ് റോ, ഇത് സെക്കൻഡ് റോ, ഇത് തേർഡ് റോ. സെക്കൻഡ് റോ ഇസ് ഈക്വൽ ടു R1 + R2 + R3 എന്ന് ചെയ്യാൻ പോകണം. ഓക്കെ, വലിയ ഐഡിയ ഒന്നുമില്ല, നമ്മൾ ചുമ്മാ ചെയ്യണം. W + W raised to n + W raised to 2n W raised to 2n + W raised to n + 1 W raised to 2n + 1 + W raised to n. ബാക്കി ഇവിടെ ഇങ്ങനെ തന്നെ ആയിരിക്കും. W raised to 2n 1 W raised to n. സോ 1 + W raised to n + W raised to 2n എന്ന് പറയുന്നതും 0 ആണ് ഗൈസ്. അപ്പോൾ ഇത് 0 ആയി, ഇതും 0 ആയി, ഇതും 0 ആയി. പിന്നെ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കാനുള്ള എളുപ്പ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ആദ്യം ഇത് ചെയ്യുക, ഇത് ചെയ്യുമ്പോൾ 0 കിട്ടും, പ്ലസ് ഇത് ചെയ്യുക, ഇത് ചെയ്യുമ്പോഴും 0 കിട്ടും, പ്ലസ് ഇത് ചെയ്യുക, ഇത് ചെയ്യുമ്പോഴും 0 കിട്ടും, മൈനസ് ഇത് ചെയ്യുക, അത് ചെയ്യുമ്പോഴും 0 കിട്ടും, മൈനസ് ഇത് ചെയ്യുക, അത് ചെയ്യുമ്പോഴും 0 കിട്ടും, മൈനസ് ഇത് ചെയ്യുക, അത് ചെയ്യുമ്പോഴും 0 കിട്ടും. സോ ദി ആൻസർ ഇസ് 0. ശരി, യെസ് ഗൈസ്, ആൻഡ് ദ കറക്റ്റ് ആൻസർ ഇസ് 0 ഗൈസ്. കണ്ടോ, ഇത് സിമ്പിളായിരുന്നു. ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ നമുക്കിത് ഇങ്ങനെ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ നമ്മളിത് വെച്ച് കുറേ നേരം കഷ്ടപ്പെടും. നമ്മളിത് വെച്ച് ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നല്ല കഷ്ടപ്പാടാണ്. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റും കേസ്. നോക്കും, W raised to 2n + W raised to 3n ആയി മാറും. W raised to 3n + W raised to 3n + W raised to 3n. ഓക്കെ, ആദ്യം ഇത് ചെയ്തു. W raised to 3n 2n + W raised to 2n ഇൻറ്റു W raised to n എന്ന് പറയുന്നത് W raised to 3n അല്ലേ? ഇത് ശരിയല്ലേ? യാ, അങ്ങനെയാണെങ്കിൽ ആദ്യം ഇത് ചെയ്തു, എഴുതി, ഇത് ചെയ്തു, എഴുതി W raised to 3n, ഇത് ചെയ്തു W raised to 3n, മൈനസ് ഇത് ചെയ്യുമ്പോഴത്തേക്കും 2n + 2n + 2n 6n മൈനസ് W raised to 6n മൈനസ് W raised to 6n മൈനസ് W raised to 3n മൈനസ് 1 എന്നൊക്കെ കിട്ടും. ഇന്നലെ വൃത്തികേടാണ്, പക്ഷേ W raised to 3n എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, സോ ദിസ് ആൻസർ ഇമ്പോർട്ടൻറ്റ് റിസൾട്ട്. W raised to 3n എന്ന് പറയുന്നത് 1 ആണ്. സോ ഇത് നമുക്ക് 3 എന്ന് കിട്ടും. ഇത് നമുക്ക് മൈനസ് വെളിയിലെടുത്തു കഴിഞ്ഞാൽ ദിസ് ഈസ് ഈക്വൽ ടു 0. ദിസ് ഈസ് ഈക്വൽ ടു 0 ബിക്കോസ് ഇവിടെ നമ്മൾ this is not equal to 0 guys, this is not equal to 0, my bad. So 3 raised to 6n
മൈനസ് ഡബ്ല്യു റേസ് ടു 3n മൈനസ് 1 എന്ന് കിട്ടും. ഈ മൈനസ് 1ഉം 3യും കൂടെ ചെയ്ത് ഇവിടെ 2 ആക്കാം. ഈ ഡബ്ല്യു റേസ് ടു 3n 1 ആണ്. അപ്പോൾ ഇത് 1 ആക്കാം. ഈക്വൽ ടു 1 മൈനസ് ഡബ്ല്യു റേസ് ടു 6. ഡബ്ല്യു റേസ് ടു 6 എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഡബ്ല്യു റേസ് ടു 2n ഇൻറ്റു 3 ആണ്. That is also 1. So 1 minus 1 equal to 0. കാരണം w raised to 3 എന്ന് പറയുന്നത് 1 ആണെങ്കിൽ w raised to 3 ഇൻറ്റു എന്ത് തേങ്ങാക്കൊലയാണെങ്കിലും തേങ്ങാക്കൊല ഇതൊരു തേങ്ങയാണ്, എന്ത് തേങ്ങയാണെങ്കിലും അത് 1 ആയിരിക്കും. 3ൻ്റെ മൾട്ടിപ്ലൈ ആയിട്ട് ഡബ്ല്യുവിൻ്റെ റേസ് ടു എന്തെങ്കിലും വന്നാൽ അതൊക്കെ 1 ആയിരിക്കും. ഓക്കെ, ലൈക്ക് w raised to 3 ഇൻറ്റു മാംഗോ ആണെങ്കിൽ that will be equal to 1 ആയിരിക്കും. w raised to 3 ഇൻറ്റു 2n വന്നാൽ that is 1. എവറിത്തിങ് ഈസ് 1. w raised to 3 ഇൻറ്റു എന്ത് വന്നാലും ആക്ച്വലി ഇത് w എന്നുള്ള കേസ് വിളിക്കുന്നത്, ഇതിന് ഒമേഗ എന്നാണെന്ന് വിളിക്കുന്നത്. പക്ഷെ നമ്മളിപ്പോൾ w എന്നൊക്കെ വിളിച്ച് ചെയ്യുന്നു, എന്തെങ്കിലും വിളിച്ചാൽ പോരെ. ഓക്കെ, സോ ഇതാണ് സംഭവം. ഇത് നമുക്ക് ഡയറക്റ്റായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ റോ റിഡക്ഷൻ എന്നൊക്കെ ഇതിനെ പറയും. ഇത് മൊത്തം 0 ആക്കിയിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇത് ഈ ഡിഫറെൻറ്റ് മെത്തേഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കേണ്ടി വരും. ഇതിന് ഒമേഗ എന്നാണ് വിളിക്കുന്നത്. ഒമേഗ ക്യൂബ് 0, ഒമേഗ ക്യൂബ് ഓൾവേസ് ഈക്വൽ ടു 1 ആയിരിക്കും. അപ്പം അത് നിങ്ങൾ ഓർത്തേക്കണം. ഒമേഗ ക്യൂബ് ഓൾവേസ് ഈക്വൽ ടു 1 ആണ്. സോ അതായത് ഒമേഗയുടെ ക്യൂബ് റൂട്ട് ഓഫ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒമേഗ റേസ് ടു 3k, ഒമേഗ റേസ് ടു 3n, ഒമേഗ റേസ് ടു 3 ഇൻറ്റു 5000 അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ 3യുടെ മൾട്ടിപ്പിൾ ആണെങ്കിൽ, അതിൻ്റെ മുകളത്തെ സാധനം 3യുടെ മൾട്ടിപ്പിൾ ആണെങ്കിൽ അതെപ്പോഴും 1 ആയിരിക്കും. ഓക്കെ, ഈ ഒമേഗ ഞാൻ w എന്നാണ് കേസ് ഇത്ര നേരം പറഞ്ഞോട്ടപ്പം. ഓക്കെ, സോ ഗൈസ് ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. So yes guys, let's move on to next question. ഇത് question number 8 ആണ്. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യനിൽ if 3 into f of x minus 2 into f of 1 by x equal to x, then what is f of f dash of 2 equal to what? ഓക്കെ, സോ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഓക്കെ, ഞാനിവിടെ കാണിക്കുന്ന ക്വസ്റ്റ്യൻസിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട് ഗൈസ്. ഇത് ലൈക്ക് നമുക്ക് കണ്ടാൽ ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്ന ക്വസ്റ്റ്യൻസാണ്. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഇതിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യ ഈക്വേഷൻ ഇങ്ങനെ തന്നെ എഴുതാം. എഫ് ഓഫ് എക്സ് മൈനസ് 2 ഇൻറ്റു എഫ് ഓഫ് 1 ബൈ എക്സ് ഈക്വൽ ടു എക്സ് എന്ന് എഴുതാം. എന്നിട്ട് സെക്കൻഡ് ടൈം ഈ ഈക്വേഷന് നമുക്ക് ലെറ്റ്സ് സീ, ഈക്വേഷനിൽ എക്സിന് 1 ബൈ എക്സ് ഇട്ട് കൊടുക്കണം. എക്സിന് 1 ബൈ 3 ഇക്വേഷൻ 3 ഇൻറ്റു 1 ബൈ എക്സ് മൈനസ് 2 ഇൻറ്റു എഫ് ഓഫ് 1 ബൈ എക്സിന് 1 ബൈ എക്സ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എക്സ് ആവും ഈക്വൽ ടു 1 ബൈ എക്സ്. കൂടെ സോൾവ് ചെയ്യണം. സോ ദാറ്റ് ഈസ് എ ബേസിക് തിങ് ഓഫ് ദിസ് പ്രോബ്ലം. അപ്പോൾ ഇവിടെ സോൾവ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇത് ഫസ്റ്റ് ഇക്വേഷൻ, ഇത് സെക്കൻഡ് ഇക്വേഷൻ. ഫസ്റ്റ് ഇക്വേഷന് നമ്മൾ 6 കൊണ്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. ഇക്വേഷൻ 1 ഇൻറ്റു 2, ഇക്വേഷൻ 1 ഇൻറ്റു 2 we will get 6f of 1 by x minus 4f of x equal to 2 by x. ഇക്വേഷൻ 2നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും വാട്ട്സ് ദാറ്റ് 9 ഇൻറ്റു എഫ് ഓഫ് എക്സ് മൈനസ് 6 ഇൻറ്റു എഫ് ഓഫ് 1 ബൈ എക്സ് ഈക്വൽ ടു 3x. നമുക്ക് ഈ 1 ബൈ എക്സിന് നമ്മൾ കളയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, സോ ഈ 1 ബൈ എക്സ് പോകുന്നതായിരിക്കും. 9 മൈനസ് 4 എത്ര?
5f of x equal to 2 by x. ഇത് രണ്ടും കൂടെ അഡീഷനാണ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാം, വിസ്തരമായിട്ട് നിങ്ങളുടെ രീതിയിൽ ചെയ്ത് നോക്കാം. Look, this is my way. Plus 3x, that is equal to 2 plus 3x square by x. And f of x equal to 2 plus 3x square by 5x എന്നൊക്കെ കിട്ടും. ഓക്കെ, ദെൻ ഇത് നമ്മൾ എഫ് ഡാഷ് എക്സ് എടുക്കുക, എന്നിട്ട് അതിന് 2 ഇട്ട് കൊടുക്കുക. എഫ് ഡാഷ് എക്സ് എടുക്കുമ്പോഴത്തേക്കും എഫ് ഡാഷ് എക്സ് എടുക്കാൻ കുറച്ച് സ്പേസ് വേണം. സോ ഇവിടെ നമുക്ക് സംഭവം മനസ്സിലായല്ലോ. നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എക്സിന് 1/x ഇട്ട് കൊടുത്തിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതേ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എന്നിട്ട് അത് രണ്ടും കൂടെ സോൾവ് ചെയ്യുക. ഓക്കെ, എക്സിന് ഇവിടെ 1/x ഇടും, ഇവിടെയും 1/x ഇടാൻ നോക്കണം, ഇല്ലെങ്കിൽ ഇറ്റ്സ് ബാഡ്. മീൻസ് that's not the way it works. So f dash x equal to numerator into derivative of denominator, അല്ലേ? numerator into derivative of denominator minus denominator into derivative of numerator divided by denominator square. ഇതല്ലേ ഗൈസ് ഇക്വേഷൻ. എന്തായാലും നമുക്ക് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ആൻസർ കിട്ടുന്നുണ്ട് നോക്കാം. ഇവിടെ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 4 4 3 12 12 13 14 14 into 5 minus 30 into 2 2 are 4 divided by 25 into 4, that's 100. 14 into 5 670 minus 120. We will get negative value as the answer. Guys, there's something wrong. നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? That's 50, right? So we'll get minus 50 by 100. minus 1/2 ആണ് ആൻസർ വരുന്നത് നമുക്ക് കിട്ടുന്നത്. ബട്ട് ശരിക്കത്തെ ആൻസർ 1/2 ആണ്. അതിൻ്റെ റീസൺ എൻ്റെ ഇക്വേഷൻ്റെ ഫോർമുല തെറ്റിപ്പോയതാണ്. ഡെറിവേറ്റീവ് എടുക്കുമ്പോഴത്തേക്കും ഫസ്റ്റ് നമ്മൾ എന്താ എടുത്തത്? ന്യൂമറേറ്റർ ഇൻറ്റു ഡിനോമിനേറ്റർ, ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്ററിൽ എടുത്തത്. ബട്ട് ആക്ച്വൽ ഇക്വേഷൻ ഈസ് ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ആയിരുന്നു ശരിയത്തെ ഇക്വേഷൻ. അതുകൊണ്ടാണ് നമുക്കൊരു മൈനസ് വന്നത്. സോ ദിസ് 1/2 ഈസ് ആർ ആൻസർ. ഓക്കെ, സോ ഇതൊക്കെ ഇടയ്ക്ക് ശ്രദ്ധിക്കണം. ദിസ് ഇക്വേഷൻ ഈസ് ഇതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഹോൾ ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, സോ ഗൈസ് ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ലെറ്റ്സ് മൂവ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ ഈ ക്വസ്റ്റ്യനിൽ ദ സൊല്യൂഷൻ സെറ്റ് ഓഫ് ദിസ് ഇക്വേഷൻ, നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? സൊല്യൂഷൻ സെറ്റ് ഓഫ് ദിസ് ഇക്വേഷൻ എന്നിട്ട് 2 3x 2 1x square 6 7 3. സൊല്യൂഷൻ സെറ്റ് ഓഫ് ദിസ് ഇക്വേഷൻ കുറേ സെറ്റ് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഫസ്റ്റ് ഓപ്ഷൻ നൾ സെറ്റ് 0 1 1 -1 1, -3. ഓക്കെ, ഇവിടെയും ഡിറ്റർമിനൻ്റ് എടുത്തിട്ട് അതിനെ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. സൊല്യൂഷൻ സെറ്റ് കണ്ടുപിടിക്കാൻ പറയുമ്പോഴെപ്പോഴും 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്താൽ മതി. ഓ മൈ ഗോഡ് ഗൈസ്, ക്വസ്റ്റ്യൻ കാണാനില്ല. സോ ഇതിനെ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതിന് ഇക്വേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഓക്കെ ഗൈസ്, ഞാൻ എൻ്റെ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ എൻ്റെ മെത്തേഡാണ് ഗൈസ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഡെറിവേറ്റീവ് എടുക്കുന്ന ഡിറ്റർമിനൻ്റ് എടുക്കുന്ന മെത്തേഡ് യൂസ് ചെയ്തോളൂ. ബട്ട് ഞാൻ എൻ്റെ മെത്തേഡ് യൂസ് ചെയ്യാം. 3 2 6 റിങ്ങൊക്കെ പോയിട്ട് ഇതിനകത്ത് റിങ്ങുമില്ല. യെസ്, 3 2 6 പ്ലസ് 6 3 18x square plus 14x minus 6x minus 9 9 2 18 minus
14x². നമ്മൾ എന്താ ചെയ്യുക, ഇതിലേക്ക് നേരെ ഓപ്പോസിറ്റ് വന്നില്ലേ, എല്ലാം ഓപ്പോസിറ്റ് ആയിരുന്നെങ്കിൽ എല്ലാം ഇവിടെ വെട്ടിയിട്ട് 0 ആക്കിയേനെ. പക്ഷേ അതല്ല നമ്മുടെ ലക്ഷ്യം. സോ ഇത് എന്ന് പറയുമ്പോഴത്തേക്കും 4x². This will be plus 8x minus 18 minus 6 എത്ര, 12 minus 12 equal to 0. ഇത് 4 പുറത്തെടുത്താൽ x² plus 2x minus 3 equal to 0 കിട്ടും. b² minus 4 3 is 12, that's equal to 16. സോ ഇതെന്തായാലും ഗ്രേറ്റർ ദാൻ 0 ആണ്. സോ ഡിറ്റർമിനൻ്റ് ഇല്ല, d is equal to b² minus 4ac. b² minus 4ac greater than 0 ആണ്. സോ ദിസ് ഹാസ് ആക്ച്വലി 2 റിയൽ റൂട്ട്സ്. ഇനി ഈ റൂട്ട്സ് ഒക്കെ ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് ഈ 3 ഓപ്ഷൻസ് കറക്റ്റ് ചെയ്യാം. അതിലേക്ക് നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് എഴുതാം. പക്ഷേ 2 ഉം 3 ഒക്കെയാണ് നമുക്ക് സിമ്പിളായിട്ട് എഴുതാമല്ലോ. x² plus 3x minus x minus 3 equal to 0. x ഇൻറ്റു എവിടെ എഴുതാണേ, x² minus 2x, x² plus 2x minus 3 equal to 0 അല്ലേ. ഫാക്ടറൈസ് ചെയ്യുമ്പം plus 3x minus x minus 3 equal to 0. മൾട്ടിപ്ലൈ ചെയ്യുമ്പം -3 കിട്ടണം, ആഡ് ചെയ്യുമ്പം 2 കിട്ടണം. സോ x ഇൻറ്റു x plus 3 minus 1 ഇൻറ്റു x plus 3. സോ നമുക്ക് കിട്ടുന്ന വാല്യൂസ് x equal to 1ഉം x equal to -3 ആണ്. x equal to 1ഉം x equal to -3. ഓപ്ഷൻ ഡി ആണ് നമുക്ക് അടുത്ത ആൻസർ. So let's go to the next question and our last question. So yeah, 10th question. The question là, if x² minus അതല്ല, കുറച്ച് പാടുള്ള ക്വസ്റ്റ്യൻ നോക്കാം. സം ഓഫ് 25 ടേംസ് ഓഫ് ദ സീരീസ് √2 പ്ലസ് √8 പ്ലസ് √18 പ്ലസ് √32 പ്ലസ് എക്സെട്ര. ഇതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ √2 പുറത്തെടുത്താൽ 1 പ്ലസ് √2, 1 പ്ലസ് 2 അല്ലേ. √8 നമുക്ക് എങ്ങനെ എഴുതാം, 2 × 2 × 2. അപ്പോൾ ഈ 2ഉം 2ഉം കൂടെ പുറത്തെടുത്ത് 2√2 പ്ലസ് √18 നമുക്ക് എങ്ങനെ എഴുതാം, 18 6 3s are 18, 6 എന്ന് പറയുന്നത് 3 2s are 6, 3√2 ആണ് 18 എന്ന് പറയുന്നത്. 3 പ്ലസ് √32 എന്ന് പറയുന്നത്, √32 എന്ന് പറഞ്ഞാൽ 8 4s are 32 അല്ലേ. 8 എന്ന് പറയുന്നത് 2 × 2 × 2 × 2 × 2, 4 × 4. അപ്പോൾ 4 വെളിയിലെത്താം, 4√2 ആണ് 34 എന്ന് പറയുന്നത്, പ്ലസ് എക്സെട്ര. ഓക്കെ, സോ നമ്മളൊരു പാറ്റേൺ കണ്ടുപിടിച്ചു ഗൈസ്. ആൻഡ് ഇത് n ടേംസ് ആണെങ്കിൽ ഇതിൻ്റെ ഇക്വേഷൻ എന്താ, സം ഓഫ് n ടേംസും 1 + 2 + 3 + എക്സെട്ര അപ് ടു n-ൻ്റെ സം എന്ന് പറഞ്ഞാൽ n × n + 1/2 ആണ്. 1² + 2² + 3² + എക്സെട്ര അപ് ടു n² ആണെങ്കിൽ n × n + 1 × 2n + 1/6 ആണ്. 1³ + 2³ + എക്സെട്ര അപ് ടു n³ ഈക്വൽ ടു n × n + 1/2 ദ ഹോൾ സ്ക്വയർ ആണ്. ഈ 3 ഇക്വേഷൻസ് വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് വെച്ച് നമ്മൾ ഇത് ചെയ്യുമ്പോഴത്തേക്കും √2 × n × n + 1/2. ഇവിടെ n 25 ആണ്, 25 × 26/2 √2, ദാറ്റ് ഈസ് ഈക്വൽ ടു 25 × 13 √2. 25 × 13 എത്ര, 25 × 13, 5 3s are 15, 2s are 6 7, 5 1s are 5, 2 1s are 2, 12 325 √2 ആണ് നമ്മുടെ ആൻസർ ഗൈസ്. സി ഇറ്റ്സ് വെരി സിമ്പിൾ ആൻഡ് വെരി സിമ്പിൾ എന്ന് ഞാൻ പറയുന്നില്ല. ഓക്കെ സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ് ഫോർ ടുഡേസ് CUSAT Maths PYQ problem solving. So see you in the next class. Bye bye. All the best.